നെല്ലിയാമ്പതി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അഗ്രികൾച്ചർ ഹോർട്ടി ടൂറിസം ഫെസ്റ്റായ നാച്ചുറ 25-ന് ഫെബ്രുവരി 6-ന് തുടക്കമാവും. ആധുനിക കൃഷിരീതികൾ കർഷകരിലേക്ക് എത്തിക്കുന്നത് ഫാമുകളാണെന്നും കേരളത്തിലെ മുഴുവൻ ഫാമുകളിലും ഫാം ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുമെന്നും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ നടക്കുന്ന നെല്ലിയാമ്പതി അഗ്രി ഹോർട്ടി ടൂറിസം ഫെസ്റ്റ് നാച്ചുറ 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആകെ 64 ഫാമുകളാണ് സർക്കാരിന് കീഴിൽ സംസ്ഥാനത്തുള്ളത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ, തൈകൾ എന്നിവ കർഷകർക്കായി നൽകേണ്ട ഉത്തരവാദിത്തമുള്ളതിനാൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇത്തരം ഫാമുകളെ ലാഭകരമായി കൊണ്ടുപോകാൻ സാധിക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ 50 ലക്ഷമായിരുന്ന നെല്ലിയാമ്പതി ഫാമിന്റെ വരുമാനം കഴിഞ്ഞ 10 മാസം കൊണ്ട് 1,25,48,000 രൂപയിലെത്തി. മാർച്ചോടെ നല്ലൊരു തുക കൂടി വരുമാനമായി ലഭിക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യുന്നതിന് പകരം അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്നതിനും ആവശ്യമായ പരിശീലനം കർഷകർക്ക് നൽകാൻ ഫാമുകൾക്ക് സാധിക്കണം. ദ്വിതീയ കാർഷിക വൃത്തിയിലും കർഷകർ നൈപുണ്യം നേടണം. അതിനാവശ്യമായ പരിശീലന പരിപാടികൾ നടപ്പിലാക്കുന്നതിൽ ഫാമുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഔഷധ സസ്യങ്ങളുടെ വിതരണ ഉദ്ഘാടനവും കർഷകർക്ക് നൽകി മന്ത്രി നിർവഹിച്ചു. സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതേപോലെ തന്നെ കൂടുതൽ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ആ രീതിയിലെല്ലാം നെല്ലിയാമ്പതി ഫാമിനെ പൂർണ്ണമായും സജ്ജമാക്കണം, പ്രവർത്തന സജ്ജവും ആക്കേണ്ടത് അനിവാര്യമാണ്. നമുക്ക് ഉൽപാദനം വർദ്ധിപ്പിച്ച് നേട്ടം കൊയ്യുന്ന ഫാമായി നെല്ലിയാമ്പതി ഫാം മാറും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. ആക്കണേ ഞാൻ പറയില്ല, എനിക്ക് 100% ഉറപ്പുണ്ട്. നമുക്ക് ആ ലക്ഷ്യത്തിൽ കെ ബാബു എം.എൽ.എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമണി, നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി ഫാറൂഖ്, എം സിന്ധു, നെന്മാറ DFO പി പ്രവീൺ, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആറുമുഖപ്രസാദ്, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സിന്ധു ദേവി, ഫാം സൂപ്രണ്ട് പി സാജിദ് അലി, ജനപ്രതിനിധികൾ, റിസോർട്ട് എസ്റ്റേറ്റ് ഓണേഴ്സ് അസോസിയേഷൻ, വ്യാപാരി വ്യവസായി, ടാക്സി ഡ്രൈവേഴ്സ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.